രാജ്യത്ത് വീണ്ടും നോട്ട് ക്ഷാമം. പല എടിഎമ്മുകളും കാലി. 2000 രൂപ നോട്ട് കിട്ടാനില്ല. അതേസമയം 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കുമെന്ന് RBIയുടെ പ്രതികരണം. അതേസമയം നോട്ട് ക്ഷാമത്തിന് കാരണം പ്രധാനമന്ത്രിയാണെന്നും രാജ്യത്തിന് നല്ല കാലം വരുമെന്ന് പറഞ്ഞ മോദി ഇപ്പോഴും ജനങ്ങളെ ക്യൂവിൽ നിർത്തുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. നോട്ട് നിരോധനത്തിന്റെ ആഘാതം അവസാനിച്ചിട്ടില്ലെന്നിരിക്കെയാണ് രാജ്യത്തെ നോട്ട് ക്ഷാമം രൂക്ഷമാവുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു കൂടാതെ കർണാടക, ആന്ധ്ര, കേരളം തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം നോട്ട് ക്ഷാമം നേരിടുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ എടിഎമ്മുകൾ പണമില്ലാതെ അടഞ്ഞുകിടക്കുകയാണ്. രാജ്യത്ത് നോട്ട് ക്ഷാമം നിലവിലില്ലെന്നും അടിയന്തരമായി എടിഎമ്മുകളിൽ പണം എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ സഹമന്ത്രി SP ശുക്ല വ്യക്തമാക്കി. എന്നാൽ ജമ്മു കാശ്മീരിൽ പണമില്ലാത്തതിനെ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം ATM മെഷീനുകൾ അടിച്ചു തകർത്തിരുന്നു. കർണാടകയിൽ മെയ് 12-ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പണത്തിന് ആവശ്യം വർദ്ധിപ്പിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈയടുത്തുണ്ടായ ഉത്സവങ്ങളും ആഘോഷങ്ങളുമാവാം പണത്തിന്റെ ആവശ്യകത കൂട്ടിയതും ലഭ്യത ഇല്ലാതാക്കിയതെന്നുമായിരുന്നു RBIയുടെ വാദം. എന്നാൽ ഇപ്പോൾ പ്രശ്നം 3 ദിവസത്തിനകം പരിഹരിക്കാമെന്ന് RBI സംസ്ഥാനങ്ങൾക്ക് ഉറപ്പ് നൽകി. നോട്ട് ക്ഷാമം അന്വേഷിച്ച് പരിഹരിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നോട്ട് അസാധുവാക്കുന്നതിനു മുൻപ് 15 ലക്ഷം കോടി നോട്ടുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ നിരോധനത്തിന് ശേഷം പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. 2000 രൂപ നോട്ടുകൾ അപ്രത്യക്ഷമാകുന്നുവെന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ആരോപണം. 200 നോട്ടുകൾ പല ATMകളിലും ഇന്നും എത്തിയിട്ടില്ല. പണം മുഴുവൻ BJPയുടെ കൈകളിലാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. നോട്ട് നിരോധനത്തോടെ രാജ്യത്ത് നേരിട്ടുള്ള പണത്തിന്റെ ക്രയവിക്രയം കുറയുമെന്നും പണവിനിയോഗം ഡിജിറ്റലാകുമെന്നുമായിരുന്നു മോദിയുടെ വാദം. നോട്ട് നിരോധിച്ച് 1.5 വർഷം കഴിയുന്ന സാഹചര്യത്തിലും നോട്ട് ക്ഷാമം തുടരുമ്പോൾ ആ വാദവും പൊളിയുകയാണ്. ന്യൂസ് ഡെസ്ക്. ബാങ്ക് വായ്പാ തട്ടിപ്പിൽ RBI ഗവർണർ വിശദീകരണം നൽകണമെന്ന് പാർലമെന്ററി സമിതി. മെയ് 17-ന് ഗവർണർ ഊർജിത് പട്ടേലിനോട് ഹാജരാകണമെന്ന് സമിതി നിർദ്ദേശം നൽകി. നീരവ് മോദി PNB ബാങ്കിൽ നിന്ന് കടമെടുത്ത 13,000 കോടി രൂപയെക്കുറിച്ചും വീഡിയോകോണിന് ICICI ബാങ്ക് നൽകിയ 3,250 കോടി രൂപയെക്കുറിച്ചും പാർലമെന്ററി സമിതി ഊർജിത് പട്ടേലിനോട് ചോദിച്ചറിയും. കോൺഗ്രസ് നേതാവ് M. വീരപ്പ മൊയ്ലിയുടെ അധ്യക്ഷതയിലുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പങ്കെടുത്തു. BJPക്കെതിരെ തുറന്നടിച്ച് മുതിർന്ന BJP നേതാവ് യശ്വന്ത് സിൻഹ. BJP ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്ന് സിൻഹ. രാജ്യത്ത് സമ്പദ് വ്യവസ്ഥ തകർന്നു. കർഷകർ ആത്മഹത്യാ വക്കിലും യുവാക്കൾ തൊഴിലില്ലാപ്പടയായെന്നും യശ്വന്ത് സിൻഹ. BJP MPമാർക്ക് സിൻഹയുടെ കത്ത്. സിൻഹ BJP MPമാർക്ക് ഈ വിഷയങ്ങൾ ഉന്നയിച്ച് കത്തയച്ചു. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? യശ്വന്ത് സിൻഹ തുറന്ന കത്തുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി രൂക്ഷമായിരിക്കുന്നു. അപ്പോഴും ഈ സർക്കാർ, മോദി സർക്കാർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിലെന്നാണ്. കർഷകർ ദുരിതം അനുഭവിക്കുകയാണ്. ഈ കർഷകരുടെ മരണത്തിലേക്ക് എത്തുന്നു. അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല. പട്ടികജാതി പട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഇതിനെ തടയാൻ വേണ്ടി ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഭരണഘടന അവർക്ക് നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കാനായി കഴിയാതെ പോകുന്നു. എങ്ങനെ പൂർണ്ണമായും എല്ലാ തരത്തിലും മോദി സർക്കാർ പരാജയമാണ് ാണ് ഇപ്പോൾ കത്തിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ മോദി സർക്കാരിന്റെ ഭരണം 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 5 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു. എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ട് ജനങ്ങൾക്കിടയിൽ മോദി സർക്കാരിനുള്ള ആത്മവിശ്വാസം നഷ്ടമായിരിക്കുകയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാം ഒരാൾ തീരുമാനിക്കുന്ന വ്യവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ MPമാർക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. കാരണം എല്ലാം ഒരാൾക്ക് അതിഥിയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പാർട്ടി ആസ്ഥാനം കോർപ്പറേറ്റ് ഓഫീസ് സമാനമാണെന്നും യശ്വന്ത് സിൻഹ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് BJP തുറന്ന കത്തുമായി BJP നേതാവായ യശ്വന്ത് സിൻഹ രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യത്ത് ബലാത്സംഗം നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. നമ്മളുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ കൈക്കൊള്ളുന്നില്ലെന്നും യശ്വന്ത് സിൻഹ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കുമെതിരെയുള്ള തുറന്ന ഹരീഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യശ്വന്ത് സിൻഹ വീണ്ടും അതിശക്തമായ ആരോപണങ്ങളാണ് BJP സർക്കാരിനും മോഡിയുടെ ഏകാധിപത്യ ഭരണത്തിനുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കത്വ ബലാത്സംഗ കേസിന്റെ പശ്ചാത്തലത്തിൽ മോദിക്ക് അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ വിമർശനം. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ്. മോദിയുടെ പാർട്ടിക്കാർ ഉൾപ്പെട്ട കേസുകളിൽ അദ്ദേഹം കുറ്റകരമായ മൗനം പാലിക്കുന്നുവെന്നും വിമർശനം. ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗത്തിലാണ് മോദിക്കെതിരെ വിമർശനമുയർന്നത്.
പ്രധാനമന്ത്രി നിരന്തരം ട്വീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനെന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കത്വ സംഭവത്തിലും തന്റെ പാർട്ടിക്കാർ കുറ്റാരോപിതരായ കേസുകളിലും മോദി പുലർത്തുന്നത് കുറ്റകരമായ മൗനമെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ BJP പിന്തുണയുള്ള തീവ്ര ദേശീയവാദികളും വർഗീയവാദികളും ആക്രമണങ്ങൾ നടത്തുമ്പോൾ മോദി മൗനത്തിലാണ്. കത്വയിൽ 8 വയസ്സുകാരി പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യത്ത് ഒരാഴ്ചയായി പ്രതിഷേധങ്ങൾ തുടരുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവർ പ്രതികൾക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇത്തരം കേസുകളിൽ എല്ലാം നരേന്ദ്രമോദി നിസ്സംഗത പാലിക്കുകയാണ്. ബക്കർവാൽ വിഭാഗത്തിൽപ്പെട്ട നാടോടി മുസ്ലിം സമുദായക്കാരെ ഭയപ്പെടുത്താനും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്തു നിന്നും തുരത്താനും മോദി ഉൾപ്പെട്ട പാർട്ടിയിലുള്ളവർ നടത്തിയ ക്രൂരമായ ഗൂഢാലോചന കുറ്റത്തിൽ പ്രതിഷേധങ്ങൾ രാജ്യമെങ്ങും തുടരുമ്പോഴും ഒരാഴ്ച കഴിഞ്ഞാണ് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ BJP MLA പ്രതിയായ പീഡനക്കേസിൽ മോദി മൗനത്തിലാണെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJP-യാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സംഭവം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും പ്രതിയായ MLA-യെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. മുൻ UPA സർക്കാരിനുണ്ടായ അനുഭവത്തിൽ നിന്ന് മോദി പാഠം പഠിച്ചിട്ടില്ല. 2012 നടന്ന ദില്ലി കൂട്ടമാനഭംഗ കേസിൽ അന്നത്തെ UPA സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് 2014 പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം നഷ്ടമായത്. ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തന്നെ പിന്തുണയ്ക്കുന്നവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കുറിച്ച് മോദി ചർച്ച ചെയ്യണമെന്നും വിശദമായി സംസാരിക്കണമെന്നും ആവശ്യപ്പെടാൻ കഴിയില്ല. എന്നാൽ ഈ കേസുകളൊന്നും ഒറ്റപ്പെട്ട അതിക്രമങ്ങളല്ല എന്നതാണ് വസ്തുത. ഇത് തീവ്രദേശീയ ശക്തികൾ ആസൂത്രണം ചെയ്യുന്നതും സംഘടിതമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഭീകരതയാണ്. സ്ത്രീകൾ, മുസ്ലിങ്ങൾ, ദലിതർ, മറ്റു അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്നിവരാണ് ഇവരുടെ ലക്ഷ്യം. രാജ്യത്തെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രിയുടെ കടമ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ന്യൂയോർക്ക് ടൈംസ് നരേന്ദ്രമോദിക്കെതിരെ ലേഖനം എഴുതുന്നത്. മുമ്പ് മാധ്യമപ്രവർത്തകയായ ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോഴും ന്യൂയോർക്ക് ടൈംസ് ലേഖനം എഴുതിയിരുന്നു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. കത്വ കൂട്ടമാനഭംഗത്തിന്റെ മുറിവുണങ്ങും മുൻപ് ഉത്തർപ്രദേശിൽ പീഡന കഥകൾ തുടർക്കഥകളാകുന്നു. ഉത്തർപ്രദേശിലെ എത്തുവായിൽ 2 സഹോദരിമാരുടെ മൃതദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ഏട്ട ജില്ലയിൽ 8 വയസ്സുകാരിയെ കൂട്ടമാനഭംഗത്തിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു. അതേസമയം കത്വ ബലാത്സംഗ കേസിലെ പ്രതികളെ പിന്തുണച്ചതിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന മന്ത്രി ലാൽ സിംഗിന് അനുയായികൾ സ്വീകരണം നൽകി. ഏട്ട ജില്ലയിലെ കോട്ട്വാലിയിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ മാതാപിതാക്കൾക്കൊപ്പം അയൽഗ്രാമത്തിൽ നിന്നും എത്തിയതായിരുന്നു പെൺകുട്ടി. പുലർച്ചെ 1:30 ക്രൂരകൃത്യം നടന്നത്. കുട്ടിയെ മാതാപിതാക്കളുടെ പക്കൽ നിന്നും തട്ടിയെടുത്ത സോനു കുട്ടിയെ അടുത്തുള്ള നിർമ്മാണത്തിലിരുന്ന വീട്ടിലെത്തിച്ച് മാനഭംഗപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കേസിലെ പ്രതിയായ 18-കാരൻ സോനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടിയെ അന്വേഷിച്ച ആളുകൾ എത്തുമ്പോൾ കുട്ടിയുടെ മൃതദേഹത്തിന് സമീപം മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു സോനു. കൂടാതെ ഉത്തർപ്രദേശിൽ എത്തുവായിൽ 2 സഹോദരിമാരുടെ മൃതദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം കത്വ ബലാത്സംഗ കേസിൽ രാജിവെച്ച മന്ത്രി ലാൽ സിംഗിന് അനുയായികൾ ജമ്മു കാശ്മീരിൽ സ്വീകരണം നൽകി. ജമ്മു കാശ്മീരിൽ നിന്ന് കത്വയിലേക്ക് മുൻ മന്ത്രി ലാൽ സിംഗ് റോഡ് ഷോയും സംഘടിപ്പിച്ചു. കേസിലെ പ്രതികൾ ആവശ്യപ്പെട്ട പോലെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ലാത്തതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നും റാലിയിൽ പങ്കെടുത്ത അനുയായികൾ ആവശ്യപ്പെട്ടു. പ്രതികളെ അനുകൂലിക്കുന്ന ഹിന്ദു ഏകതാ മഞ്ചിലെ പ്രവർത്തകരും റാലിയിൽ പങ്കെടുത്തിരുന്നു. കത്വ പീഡന കേസിന് തൊട്ടു പിന്നാലെ നിരവധി കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുജറാത്തിലെ സൂറത്തിൽ പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ ശരീരത്തിൽ 84 മുറികൾ ഉണ്ടായിരുന്നു. ഹരിയാനയിലെ റോഹ്തക്കിലെ അഴുക്കുചാലിൽ ഒരു ബാലികയുടെ മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉന്നാവോ പീഡന കേസിലെ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംശയം തീർക്കാനായി CBI വീണ്ടും മെഡിക്കൽ പരിശോധന നടത്തി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കത്വയിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനും അഭിഭാഷകനും പോലീസ് സുരക്ഷ ശക്തമാക്കി. കഴിഞ്ഞ ജൂണിൽ 16-കാരിയായ തന്നെ MLA പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം. അന്ന് പെൺകുട്ടി പരാതിപ്പെട്ട സമയത്ത് മെഡിക്കൽ പരിശോധന നടത്തിയ ഉന്നാവോയിലെ ഡോക്ടർ SK ജോഹരി പറയുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്നാണ്. എക്സ്റേ എടുത്ത് എല്ലുകളുടെ നില പരിശോധിച്ച വേളയിൽ പെൺകുട്ടിക്ക് 19 വയസ്സിന് കൂടുതൽ പ്രായമുണ്ടെന്നാണ് ഡോക്ടറുടെ കണ്ടെത്തൽ. ഡോക്ടർ ഇക്കാര്യം പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതും നീണ്ട 1 വർഷത്തോളമുള്ള ഒളിച്ചുകളിയും കാരണം CBI സംഘം വീണ്ടും പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ടിലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്ന നിഗമനമാണെങ്കിൽ പോക്സോ നിയമത്തിന്റെ വകുപ്പുകൾ നീക്കം ചെയ്യേണ്ടി വരും. 2017 ആദ്യം ആരോപണമായി എത്തിയ പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ നൽകിയ മൊഴിയിൽ പെൺകുട്ടി MLAയുടെ പേര് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് രണ്ടാമത്തെ FIRൽ അന്വേഷണം നടത്തുന്ന CBIക്ക് പെൺകുട്ടി രഹസ്യമൊഴി നൽകിയത്. ഇതേ സമയം കത്വ കേസിലെ ഇരയുടെ കുടുംബത്തിനും
അഭിഭാഷക ദീപിക രജാവത്തിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീർ പോലീസ് സുരക്ഷ ശക്തമാക്കി. കേസിന്റെ വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇരയുടെ കുടുംബം സമർപ്പിച്ച ഹർജിയിൽ ഈ മാസം 27-നകം രേഖാമൂലം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജമ്മു കാശ്മീർ സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹർത്താലിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് 140ഓളം പേർ പോലീസ് കസ്റ്റഡിയിൽ. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളിൽ 20-ലേറെ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം താനൂർ, പരപ്പനങ്ങാടി, തിരൂർ മേഖലകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ അപ്രഖ്യാപിത ഹർത്താലിനിടെ മലപ്പുറം ജില്ലയിൽ വ്യാപകമായ അക്രമങ്ങളാണ് നടന്നത്. താനൂർ മേഖലയാണ് സംഘർഷം കൂടുതൽ ബാധിച്ചത്. നിരവധി കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും അക്രമികൾ തകർത്തു. ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. 137 പേരാണ് വിവിധ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത്. 20ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പരപ്പനങ്ങാടി, എടക്കര, മഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. SDPI പ്രവർത്തകരാണ് അറസ്റ്റിലായവരിലേറെയും. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയത്. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രകോപനപരമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവരെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. താനൂർ, തിരൂർ, പരപ്പനങ്ങാടി മേഖലകളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇരുപത്തിരണ്ടാമത് CPIM പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പൊളിറ്റ് ബ്യൂറോ യോഗം പൂർത്തിയായി. പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാകും. വിവരങ്ങളുമായി രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PB പൂർണ്ണമായിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുകയാണ്. നാളെ പാർട്ടി കോൺഗ്രസ് നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ കമ്മിറ്റികളെ, പാനലുകളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്താണ് വിശദാംശം? CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം CPIM തെലങ്കാന സംസ്ഥാന സമിതിയുടെ ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നേരത്തെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് സമ്മേളനത്തിന് പതാക ഉയരും. അതിനുശേഷം CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 22ാമത് പാർട്ടി കോൺഗ്രസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനം നിയന്ത്രിക്കാനുള്ള സമിതികൾ സ്റ്റിയറിംഗ് കമ്മിറ്റി, പൊളിറ്റ് ബ്യൂറോ തന്നെയായിരിക്കും. ഇതുകൂടാതെ പ്രമേയ കമ്മിറ്റിയുണ്ട്, പ്രസീഡിയമുണ്ട്, മിനിറ്റ്സ് കമ്മിറ്റിയുണ്ട്. ഇതിലെ ആരെല്ലാമായിരിക്കണം അംഗങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ യോഗം ഒരു ധാരണയിലെത്തും. ഇതുകൂടാതെ വിവിധ പ്രമേയങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. 25ഓളം പ്രമേയങ്ങളായിരിക്കും സമ്മേളനത്തിൽ അവതരിപ്പിക്കുക. കാലിക പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങൾ മുൻനിർത്തിയുള്ള പ്രമേയങ്ങളായിരിക്കും സമ്മേളനം പാസാക്കുക. ഇതു സംബന്ധിച്ചുള്ള ഒരു അവസാന തീരുമാനവും ഇപ്പോൾ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം കൈക്കൊള്ളും. നേരത്തെ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പീപ്പിൾ TVയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് സംഘടനാ റിപ്പോർട്ട്, മറ്റൊന്ന് രാഷ്ട്രീയ പ്രമേയം. ഈ 2 വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക. ഇത് രണ്ടും സമ്മേളനം പാസാക്കും. CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ സമ്മേളനം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം CPIM എന്ന പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക, സ്വതന്ത്രമായ അടിത്തറ വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നേരിടേണ്ടി വന്നത്. 2 സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയേറ്റു. ത്രിപുരയിൽ അധികാര നഷ്ടമായി, ബംഗാളിൽ ശക്തമായ വെല്ലുവിളി നേരിടുന്നു. ഈ 2 സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ കരുത്ത് തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, മറ്റ് മേഖലകളിലേക്ക് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇതിനായി കർഷകർക്കിടയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ പാർട്ടിക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു മേഖലയിലേക്ക് കൂടി പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും നാളെ ആരംഭിക്കുന്ന 22ാം പാർട്ടി കോൺഗ്രസിൽ നടക്കുക. CPIMന്റെ 22ാം പാർട്ടി കോൺഗ്രസിന് നാളെ ഹൈദരാബാദിൽ തുടക്കമാകും. രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്നും പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ഇത് മനസ്സിലാകുമെന്നും സീതാറാം യെച്ചൂരി. പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിപ്പിക്കുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. Congress is over, you'll know the reality. The main agenda is the discussion on our political resolution. And that political resolution will be discussed and adopted by the party congress. And the other main agenda is our organizational report. How to strengthen the party further. That will be the main issue on which discussions will take place. The other thing is that so many rumors are going on, so many news items are coming that this is going to for an election, division. What's reality?
Nothing. You just wait till the Congress is over, you'll know the reality. റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ മൂന്നാം പ്രതി അപ്പുണ്ണി പോലീസ് കസ്റ്റഡിയിൽ. കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോയ കായംകുളം അപ്പുണ്ണി എന്ന അപ്പുണ്ണിയെ ചെന്നൈയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അപ്പുണ്ണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം കൊലപാതകത്തിലെ ഒന്നാം പ്രതി സത്താറിനെ 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. അഴിമതിക്കാരെയും പീഡന ആരോപിതരെയും ഉൾപ്പെടുത്തി കർണാടകയിൽ BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക 82 പേരെ ഉൾപ്പെടുത്തിയ പട്ടികയാണ് തിങ്കളാഴ്ച BJP പുറത്തിറക്കിയത്. പട്ടികയിൽ കുറ്റാരോപിതരും നിരവധി കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു. മുൻമന്ത്രി കട്ട സുബ്രഹ്മണ്യ നായിഡു, SN കൃഷ്ണ ഷെട്ടി, H ഹാലപ്പ, MP രേണുകാചാര്യ തുടങ്ങിയ കുറ്റാരോപിതർ ഉൾപ്പെട്ട പട്ടികയാണ് BJP ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരിൽ പലരും ഉൾപ്പെട്ട കേസുകളുടെ വാദം കോടതികളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പട്ടിക BJP ഇറക്കിയിരിക്കുന്നത്. ഇതിൽ നായിഡുവിനെതിരെ നിലനിന്ന അഴിമതി ആരോപണവും ഹാലപ്പയ്ക്കെതിരെയുള്ള പീഡനക്കേസും കോടതി തള്ളിയിരുന്നു. എന്നാൽ ഷെട്ടിക്കെതിരെയുള്ള അഴിമതി ആരോപണ കേസിന്റെ വാദം ഇപ്പോഴും തുടരുകയാണ്. പുതിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ പാർട്ടിക്ക് അകത്തും പുറത്തും പൊട്ടിത്തെറികൾ ഉടലെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പാർട്ടി നേതാവ് ഷാഷിൽ നമോഷി തനിക്ക് സീറ്റ് ലഭിച്ചില്ലെന്ന പരാതിയുമായി രംഗത്തു വന്നിരുന്നു. നമോഷിക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കർണാടകയിൽ വ്യാപക അക്രമങ്ങളും ഉണ്ടായി. ഏപ്രിൽ 8-ന് BJP 72 അംഗങ്ങളെ ഉൾപ്പെടുത്തി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവരുൾപ്പെട്ട BJPയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് 2ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. അതേസമയം 5 വർഷത്തെ ഇടവേളയിൽ കർണാടകയിൽ അധികാരത്തിലെത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള തന്ത്രങ്ങളാണ് BJP ഇപ്പോൾ നടത്തിവരുന്നത്. ന്യൂസ് ഡെസ്ക്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ ജസ്നയുടെ തിരോധാനം പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരിച്ച് മനുഷ്യച്ചങ്ങല തീർത്തു. SFI നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് SFI. പഞ്ചായത്ത് യോഗം നടക്കുന്നതിനിടെ ചെങ്ങന്നൂർ തിരുവൻവണ്ടൂരിൽ BJP ആക്രമണം. ഭരണപക്ഷമായ മാണി വിഭാഗം അംഗങ്ങൾക്ക് നേരെ BJP പഞ്ചായത്ത് അംഗം കസേരയെറിഞ്ഞു. അവിശ്വാസത്തെ തുടർന്ന് ഭരണം നഷ്ടമായതിനെ തുടർന്ന് BJP നടത്തിവരുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് അക്രമത്തിൽ കലാശിച്ചത്. KM മാണി അവസരവാദിയാണെന്ന DCCയുടെ രാഷ്ട്രീയം പ്രമേയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്. KPCC അംഗീകരിച്ച ഈ പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനവസരത്തിലുള്ള ജോഷിയുടെ പ്രസ്താവനയ്ക്കെതിരെ UDF-ൽ അമർഷം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. വിശാല ഐ ഗ്രൂപ്പിൽ അസംതൃപ്തിയുള്ളവർ K മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരുമിക്കുന്നു. K കരുണാകരൻ സ്റ്റഡി സെന്റർ എന്ന പേരിലുള്ള കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്നത് കരുണാകരനൊപ്പം പോയി പിന്നീട് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയ DAC-കാരെയാണ്. LDF സർക്കാരിന്റെ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാകുന്നു. ഓരോ വകുപ്പിന്റെയും പ്രവർത്തന പുരോഗതിയും വാഗ്ദാനവും ആകും പ്രധാനമായും വിലയിരുത്തുക. സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രവർത്തന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. 2016 മെയ് 25-നാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേറ്റത്. അടുത്ത മാസം സർക്കാർ 2 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഓരോ വകുപ്പുകളുടെയും പ്രത്യേകമായ വിലയിരുത്തലും റിപ്പോർട്ടിലുണ്ടാകും. ഓരോ വകുപ്പുകളുടെയും 2 വർഷത്തെ പ്രവർത്തന പുരോഗതിക്കൊപ്പം വാഗ്ദാനങ്ങളുടെ സ്ഥിതിയും പരിശോധിക്കും. LDF സർക്കാർ അധികാരത്തിലേറി 2 വർഷത്തിനകം പൂർത്തിയാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞവ എത്രത്തോളം നടപ്പായി, ഇനി സർക്കാർ ഓരോ വകുപ്പിലും 3-ാം വർഷത്തിൽ എന്തൊക്കെ ചെയ്യും എന്നിവയും റിപ്പോർട്ടിലുണ്ടാകും. ഓരോ വകുപ്പ് മന്ത്രിമാരും സെക്രട്ടറിമാരുമായി കൂടിയാലോചിച്ചാണ് സർക്കാർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. 3-ാം വർഷത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും സർക്കാരിന്റെ പ്രവർത്തനം. റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഓരോ വകുപ്പുകളിലും വരുത്തേണ്ട മാറ്റങ്ങൾക്കും സർക്കാർ രൂപം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.